ഇപ്പോൾ മലയാള സിനിമയിൽ പ്രേം നസീറിനെ പോലുള്ള മാന്യന്മാരായിട്ടുള്ള കലാകാരന്മാരുടെ കാലഘട്ടം കണ്ട ആർട്ടിസ്റ്റാണ് ഭാഗ്യലക്ഷ്മി. ഇപ്പോഴത്തെ ഈ ദുഷ്പ്രവണതകളെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? മലയാള സിനിമയിൽ വന്ന ഒരു വലിയ മാറ്റം എന്താണ്? പണ്ട് നമ്മളൊക്കെ മദ്രാസിലുണ്ടായിരുന്ന സമയത്ത് സിനിമ ഇത്രയധികം സാങ്കേതികമായി വളർന്നിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നടീനടന്മാരെന്ന് പറയുന്നത് അവർ വിചാരിക്കണം എന്താ, എൻ്റെ പണി എന്താ, അഭിനയിക്കുക. ഞാൻ വരുന്നു, എൻ്റെ അഭിനയം എന്ന് പറയുന്ന ജോലി തീർക്കുന്നു, ഞാൻ പോകുന്നു. അതിനപ്പുറത്തേക്ക് ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ കാര്യങ്ങളിലോ തിയേറ്ററിൻ്റെ കാര്യങ്ങളിലോ എനിക്ക് ഇടപെടേണ്ട കാര്യമില്ല. കാരണം ഞാൻ ബിസിനസ്മാൻ അല്ല, ബിസിനസ്മാൻ പ്രൊഡ്യൂസറാണ് അല്ലേ. ഈവൻ അന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം, ഡബ്ബിംഗ് തിയേറ്ററിലിരുന്ന് ഈ പ്രൊഡ്യൂസറും ഈ ഡിസ്ട്രിബ്യൂട്ടേഴ്സൊക്കെ വന്നിരുന്നൊരു ചർച്ച നടത്തും. എപ്പോഴും പ്രൊഡ്യൂസേഴ്സ് ഡബ്ബിംഗ് തിയേറ്ററിൽ ഉണ്ടാവും. പക്ഷെ ഇപ്പോൾ പ്രൊഡ്യൂസേഴ്സ് ഡബ്ബിംഗ് തിയേറ്ററിൽ വരില്ല. ഞങ്ങൾ ആരും പ്രൊഡ്യൂസേഴ്സിനെ കാണുന്നേ ഇല്ല. പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ്സ് പോലും, എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് പ്രൊഡ്യൂസർ കഴിഞ്ഞാൽ പിന്നെ ഞാൻ വലിയ എക്സിക്യൂട്ടീവ് ആണെന്ന് പറഞ്ഞ് അവർ പോലും വരാറില്ല. പ്രൊഡക്ഷൻ മാനേജർമാർ മാത്രമേ തിയേറ്ററിൽ വരാറുള്ളൂ. അപ്പോൾ ഓരോരുത്തർക്ക് ഇന്ന സ്ഥാനം എന്ന് പറഞ്ഞാൽ അന്ന് അങ്ങനെ അല്ലായിരുന്നു. അപ്പോൾ ആ ഒരു കൂട്ടായ്മയുണ്ടല്ലോ, അത് നഷ്ടപ്പെട്ടു. അപ്പോൾ ഇപ്പോൾ പ്രേം നസീർ സാർ ഒരിക്കലും എനിക്ക് തിയേറ്റർ വാല്യൂ ഉള്ള ആളാണ്, അല്ലെങ്കിൽ ഞാൻ ആരാധിക്കപ്പെടുന്നവനാണെന്ന് നസീർ സാറിന് ഇല്ലായിരുന്നു. അങ്ങനെ പെരുമാറാറില്ല. സാറിന് അങ്ങനെ ഒരു തോന്നലും ഉണ്ടായിട്ടില്ല. സാറ് ഒരു നായകനാണ്, സത്യനെ മാതിരി ഒക്കെ ഞാനും ഒരു എന്ന് വിചാരിച്ചിരുന്ന ഒരു മനുഷ്യനാണ്. അതുമാത്രമല്ല, ഈ ഒന്നിച്ച് പ്രവർത്തിക്കുന്നത് കൊണ്ട് ഒരുപാട് പേരുടെ സങ്കടങ്ങൾ അദ്ദേഹം നേരിട്ട് കണ്ടിട്ടുണ്ട്. ഇപ്പം ഷൂട്ടിംഗ് സ്ഥലത്തൊക്കെ ഞാൻ ഒരിക്കൽ MGRൻ്റെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് ഞാൻ അവിടെ പോയിരുന്നു, അന്ന് വാഹിനി സ്റ്റുഡിയോയിൽ. അപ്പോൾ നമ്മളിങ്ങനെ കാണാം, വരുമ്പോൾ ഇങ്ങനെ വർത്തമാനമൊക്കെ പറയുമ്പോൾ ഒരിക്കൽ MGR ഇങ്ങനെ യൂണിറ്റ് ബോയ്, ഈ ലൈറ്റ് ബോയ് ഇല്ലേ, ലൈറ്റ് ബോയുടെ തോളത്ത് കൈയിട്ടിട്ട് വേറെ ആരോടോ സംസാരിക്കുന്നു. അപ്പോൾ ഈ ലൈറ്റ് ബോയ്ക്ക് കിട്ടുന്നൊരു സന്തോഷമില്ലേ. അതുപോലെ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് മേക്കപ്പ് മാനോടോ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ബോയ് സാപ്പിട്ടിங்களா എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും. നസീർ സാറ് ഞങ്ങൾ ഒന്നിച്ച് ഡബ്ബിംഗ് തിയേറ്ററിൽ വാസു സ്റ്റുഡിയോയിലൊക്കെ, ഏറ്റവും കൂടുതൽ അന്ന് വാസു സ്റ്റുഡിയോയിലായിരുന്നു. ഭക്ഷണം കഴിക്കുന്ന ഒരു ഓല ഷെഡാണ്, ഡബ്ബിംഗ് തിയേറ്ററിൽ നിന്ന് കുറച്ച് ദൂരെയാണ്. ആ ഓല ഷെഡിൽ ഫാനും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. പക്ഷെ ഞങ്ങളെല്ലാവരും ഒന്നിച്ചിരുന്നാണ് ഭക്ഷണം കഴിച്ചിരുന്നത്. അത് പോയി, ആ ഒരു സ്നേഹമില്ലേ, അത് പോയി. ഇപ്പോൾ പിന്നെ ഈ പറയുന്ന ഡബ്ബിംഗ് തിയേറ്റർ ആണെങ്കിൽ തന്നെ അവർ ഒറ്റയ്ക്ക് വന്നിരുന്ന് ഡബ് ചെയ്യുന്നു, അവർക്ക് വീട്ടിൽ നിന്ന് ഫുഡ് വരുന്നു, അവർ തനിയെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു, പോകുന്നു. ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകൾ തനിയെ വരുന്നു, ഓരോരോ നടന്മാരും തനിയെ വന്നിരുന്ന് ഡബ് ചെയ്യുന്നു, പോകുന്നു. ഷൂട്ടിംഗ് സ്ഥലത്താണെങ്കിലും ക്യാരവൻ, ഒരു ഭക്ഷണ സമയത്ത് അവർ വീണ്ടും ആ 4 ചുമരിൻ്റെ ഉള്ളിലേക്കാണ് കയറുന്നത്. പുറത്ത് എന്താണ് ഇവർ കഴിച്ചോ, ഇവർക്ക് എന്താണ് ഭക്ഷണം, ഈ ഭക്ഷണത്തിൽ വ്യത്യാസമുണ്ടോ, തരംതിരിവുണ്ടോ, ഒന്നും അവരറിയുന്നില്ല. പക്ഷെ തരംതിരിവുണ്ട്.